എന്താണ് പടം പൊളിക്കുവോ? എങ്ങനെ പടം പൊളിക്കുമെന്ന് ചോദിച്ചത് മനസ്സിലായില്ല. പൊളിച്ചെടുക്കുവോ? തീർച്ചയായിട്ടും. കാരണം പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയാണ്, രണ്ടാമത് മമ്മൂക്ക, പിന്നെ മൂന്നാമത്തെ ഒരു ഘടകമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇതേവരെ സംവിധാനം ചെയ്യാത്ത നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ്റെ ആദ്യത്തെ സംവിധാനമാണ്. അപ്പോൾ അത്രത്തോളം ഗംഭീരമായിട്ട് എടുക്കുമെന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. പിന്നെ ഗോകുൽ സുരേഷ് മമ്മൂക്ക കൂട്ടുകെട്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും സിനിമ എന്നുള്ള കാര്യത്തിൽ. ഗോകുൽ സുരേഷിന് ബ്രേക്ക് ആയിരിക്കും. കാരണം ഇതിനു മുമ്പ് ഗോകുൽ സുരേഷ് അഭിനയിച്ചിരിക്കുന്നത് മാസ്റ്റർ പീസ് എന്ന സിനിമയിലാണ്. അതിനകത്ത് വലിയ കോമ്പിനേഷൻ സീനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് ത്രൂ ഔട്ട് മമ്മൂക്കായിട്ട് ഉണ്ട്. അപ്പോൾ ഒരു ഗംഭീര സിനിമ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയാണല്ലോ എല്ലാം. ബാക്കിയെല്ലാം സ്ക്രീനിൽ കണ്ടതിന് ശേഷം നിരാശപ്പെടുത്തത്തില്ല നമുക്ക്. കാരണം 2021 തൊട്ട് മമ്മൂക്ക എടുത്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ പ്രേക്ഷകർ ഞെട്ടിച്ചതാണ്. അപ്പോൾ അതുപോലെ വലുതായിട്ട് ഞെട്ടിച്ചില്ലെങ്കിലും സിനിമ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല ഒരു സിനിമയായിരിക്കും. കാരണം മലയാളത്തിൽ ഇതുവരെ വരാത്ത രീതിയിലൊരു സിനിമ തന്നെയായിരിക്കും. കാരണം ഒരു ലെജൻഡ് ഡയറക്ടറാണ്. കാരണം ഗൗതം വാസുദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. അതിന് മമ്മൂക്കായിട്ട് ഒത്തുചേരുമ്പോൾ നല്ലൊരു പ്രമേയം തന്നെയായിരിക്കും. നമുക്ക് 100% വിജയം വിശ്വസിക്കാം. കോമഡി ത്രില്ലറായിരിക്കും. കാരണം അതുപോലെ സുരേഷ് ഗോയുടെ മോനാണെങ്കിലും മമ്മൂക്കായിട്ടുള്ള കൂട്ടായിട്ട് അത് ഗംഭീരമായിരിക്കും. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും പടം. 100%. ഗൗതം വാസുദേവ മേനോനാണ് അതിൻ്റെ മെയിൻ ഡയറക്ടർ. അപ്പോൾ പുള്ളിക്കാരനെ വെച്ച് നോക്കുമ്പോഴും മമ്മൂട്ടി കമ്പനി വെച്ച് നോക്കുമ്പോഴും രണ്ടുപേരും കൂടെ ഒന്നിക്കുമ്പോൾ ഒരു നല്ലൊരു സിനിമ ഉണ്ടാകാനാണ് ചാൻസ്. നിരാശപ്പെടുത്തത്തില്ല. ഡൊമിനിക്ക് പ്രതീക്ഷ ഉണ്ടെന്നല്ല, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ 2025 ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ഇതിനു മുമ്പ് നേരത്തെ മമ്മൂക്കൻ്റെ പേര് വെച്ച രേഖാ ചിത്രം സൂപ്പർ ഹിറ്റായി. മമ്മൂക്ക എന്നൊരു പേരുള്ളതുകൊണ്ട് മാത്രമാണ് ആ ചിത്രം സൂപ്പർ ഹിറ്റായത്. പിന്നെ ആസിഫ് അലിയുടെ അഭിനയവും. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഫാമിലിക്കും കൂടെ ഒരു പേര് മതി. മമ്മൂക്ക കമ്പനിയുടെ ഒരു പേര് മതി. അതുകൊണ്ട് എന്താണ് അപ്പോൾ ഈ ഒരു പ്രതീക്ഷയാണ്. ബാക്കി കൂടുതൽ പറയാനില്ല. ബാക്കി സിനിമ കണ്ടതിന് ശേഷം കൂടുതൽ അഭിപ്രായം പറയാം. തകർക്കും തീർച്ചയായിട്ടും. ഒരു കോമഡി ത്രില്ലർ ആയിരിക്കും. ആണ്, കോമഡി ത്രില്ലറാണല്ലോ പടം. അപ്പോൾ കഴിഞ്ഞ തവണ 1-2 ആക്ഷൻ മൂവികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഒരു കോമഡി, അതായത് ട്രെയിലറായിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു മമ്മൂക്കാൻ്റെ സിനിമ ഇത് കണ്ടിട്ട്. അപ്പോൾ ബാക്കി ഇനി കണ്ടതിന് ശേഷം മാത്രം കൂടുതൽ പറയാം. ചിരിച്ചു മറിയും. ഗൂഗിൾ സുരേഷിനെ കുറിച്ച് മമ്മൂക്കയുടെ ഇതിന് മുമ്പത്തെ സിനിമയിൽ നിന്ന് എനിക്ക് ഓർമ്മ വരുന്ന മാസ്റ്റർ പീസാണ്. അതിനുശേഷം അവർ തമ്മിൽ ഒന്നിച്ച് കൂടുതലൊരു റോളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കും ഉണ്ട്. അപ്പോൾ ബാക്കി സിനിമ കണ്ടതിന് ശേഷം വിശേഷം പറയാം.